ഞങ്ങൾക്കൊരു വള്ളമെങ്കിലും അനുവദിച്ചു തന്നാൽ ഞങ്ങൾ അക്കരെ കടക്കും. ഒരു വള്ളം മതി. വോട്ടിന്റെ സമയമാകുമ്പോഴത്തേന് വരും, വോട്ട് ചോദിച്ചു പോകും. അന്നേരം നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേന് ഉടനെ വന്ന് ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് പോകുന്നല്ലാതെ ഇതുവരെ ഒന്നും ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലെ കരിമിൻകോണം 2 ഏക്കർ രാജരത്നം തോട്ടത്തിന് സമീപം താമസിക്കുന്ന 15ഓളം കുടുംബങ്ങളിൽ താമസിക്കുന്നവരുടേതാണ് ഈ പരിദേവനം. ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗമാണ് ചെളിവെള്ളക്കെട്ട് മൂലം തടസ്സപ്പെടുന്നത്. ഇരുഭാഗവും മതിൽക്കെട്ടായതിനാൽ ചെറിയ മഴ പെയ്താൽ പോലും ചെളിവെള്ളം ഒഴുകിപ്പോകാൻ പറ്റാതെ കെട്ടിക്കിടന്ന് മലിനപ്പെടുകയാണ്. ഇതിൽ ചവിട്ടി മാത്രമേ ഇവിടെ സ്ഥിരതാമസക്കാരായ കുട്ടികളും വൃദ്ധരും അടങ്ങുന്ന നാട്ടുകാർക്ക് ഇതുവഴി കടന്നു പോകാൻ പറ്റുകയുള്ളൂ. വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുകയില്ല. നടന്നു പോകുമ്പോൾ കാൽ ചൊറിഞ്ഞു പൊട്ടുകയും വ്രണമാകുന്നതായി മുതിർന്നവർ പറയുന്നു. ക്യാൻസർ രോഗികളും ഡയാലിസിസ് ചെയ്യുന്നവരുമാണ് ഇവിടുത്തെ താമസക്കാർ. നിരവധി തവണ ഗ്രാമപഞ്ചായത്ത് അധികൃതരോടും വാർഡ് അംഗത്തോടും മറ്റും പൊതുപ്രവർത്തകരോടും പരാതി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചതാണെന്നും ഇപ്പോൾ ശരിയാക്കി തരാം എന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾക്ക് മഴ പെയ്താൽ ഇതിലേ പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിവിടെ 11 കുടുംബങ്ങളാണ് ഉള്ളത്. ഞങ്ങൾ വണ്ടിയെ പോകുന്നവരും ഇതിലേ അങ്ങ് പോകും. പക്ഷെ ഞങ്ങൾക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിവിടെ വീഴി അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് വീഴേണ്ടതായിരുന്നു. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ ആ റോഡിൽ കൂടെ പോകാനും ഞങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതെന്തുവാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ റോഡ് ശരിയാക്കി തരണം. ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് അപ്പുറത്ത് വീടുകളുണ്ട്. അവർ ഒരു വീട്ടിന്റെ അടുക്കളയുടെ അങ്ങോട്ടാണ് വെള്ളം ചെന്നിറങ്ങുന്നത്. വർഷങ്ങൾ കൊണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളമായിരുന്നു. വർഷങ്ങൾ കൊണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം. ഇപ്പൊ ഈ മഴ പെയ്ത് ഈ വെള്ളം അങ്ങ് മാറി എന്നിട്ട് പിന്നെയും ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുക. വെള്ളം ഇല്ലാതെ നമുക്ക് ഈ ഒറ്റ ദിവസം പോലും ഈ റോഡ് കാണാനൊക്കത്തില്ല. ഞാൻ പണിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതുവഴി ഈ വെള്ളത്തിൽ കൂടെ ഇറങ്ങിപ്പോയത് പിന്നെ പോയി ഈ കാലൊക്കെ ചൂടുവെള്ളം, അതായത് ഉപ്പ് വെള്ളത്തിനകത്ത് കഴുകേണ്ടി വരും. ആ രീതിയിലുള്ള വെള്ളമായി ഇവിടെ കാണുന്നത്. ഇവിടെ പല മെമ്പർ വന്ന്, പ്രസിഡന്റ് വന്ന്, സെക്രട്ടറി വന്ന് ഒരു മാസത്തിനകം ഈ റോഡ് ശരിയാക്കാൻ നിങ്ങൾ മണ്ണക്കര എല്ലാം റെഡിയാക്കിയാൽ മതി. എല്ലാം പൈസ കൊടുത്തിട്ട് ഞങ്ങള് 12 പിക്കപ്പ് മണ്ണക്കാണ്ട് ഇവിടെ കൊണ്ടടിച്ചു. ഈ രീതിയിലാക്കിയിട്ട് ഒരു മനുഷ്യര് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പറഞ്ഞില്ലേ, ഇവിടെ പ്രസിഡന്റ്, സെക്രട്ടറി, മെമ്പറാണ് അയൽവാസിയാണ്. ഇതുവരെ ഇങ്ങോട്ടും പിന്നെ മെമ്പറും വരുത്തില്ല, ആരും വരുത്തില്ല. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഈ ഇടയ്ക്ക് ഇവിടെ വന്നായിരുന്നു. വന്നപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി വെള്ളം പോകാനുള്ള വഴി ഞങ്ങൾ കാണിച്ചു. ഞങ്ങൾ എവിടെ പോയി കാണിച്ചു കൊടുക്കാനാ? നമ്മൾ എവിടെ പോയി നിങ്ങൾ വെള്ളം വിടാനുള്ള ഒരു വഴി ശരിയായി പറഞ്ഞാൽ ഇല്ല, അത് ചെയ്യുക, അതിനുശേഷം ഞങ്ങൾ റോഡ് ശരിയാക്കി തരാമെന്ന്. ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. നമുക്കറിയത്തില്ല ഇത് എന്തായി തീരുമെന്നും. അതാണൊക്കെ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിയും കൊണ്ട് ഞങ്ങൾ ഇതിലേ പോകുന്നതാണ്. അന്ന് നല്ല മഴ പെയ്തപ്പോഴത്തേക്ക് ആ വെള്ളം മൊത്തം അവർ നല്ല കിടുങ്ങിയാ വരുന്നത്. അവർ പുതച്ചു കൊണ്ടുവന്നതാ. ഈ വെള്ളം മൊത്തം അവർ കാരി കയറി. ആ വണ്ടി നല്ല അങ്ങ് താന്നു പോയി. ഇത്തിരി വെള്ളം, അത്രയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ 1-2 ക്യാൻസർ രോഗികളുണ്ട്. ആ ക്യാൻസർ രോഗികളും ഈ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളും ഈ ഷുഗർ രോഗികളും എല്ലാം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ വെള്ളത്തിൽ കൂടെ നീന്തി പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൽ നിന്ന്. മാസങ്ങൾക്ക് മുൻപ് നാട്ടുകാർ ഇവിടെ മണ്ണിട്ടുയർത്തി വെള്ളക്കെട്ട് മാറ്റാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. വോട്ട് നേടിപ്പോയതിൽ പിന്നെ വാർഡംഗത്തെ ഈ വഴിക്ക് കണ്ടിട്ടില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. വെള്ളക്കെട്ട് മാറ്റിയില്ലെങ്കിൽ ഇനി വോട്ട് നൽകില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. ആദ്യം ഞങ്ങൾ ഇവിടെ 2 പോസ്റ്റർ എടുത്തോണ്ടിട്ടായിരുന്നു. അപ്പൊ അവരുടെ വീട്ടിലേക്ക് വണ്ടി പോകാൻ പറ്റാത്തതിന്റെ പേരിൽ അങ്ങനെ മെമ്പറൊക്കെ വന്ന്, സന്തോഷ് മെമ്പർ വന്ന്, എല്ലാരും വന്നിട്ട് പറഞ്ഞ് ഇവിടെ നമുക്ക് പിന്നെ ഒരു മാസത്തിനകം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ പോയത്. മണ്ണിട്ട് നേരത്തെ റെഡിയാക്കി തരാം, നിങ്ങൾക്ക് യാത്രാ സൗകര്യം ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോ ഞങ്ങൾക്ക് നടന്നെങ്കിലും പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തന്നാൽ അത്രയും നല്ലത്. വളരെ ബുദ്ധിമുട്ടാണ്. അപ്പുറത്തെ റോഡിൽ കൂടെ പോകാനും പാടാണ്. ഞങ്ങൾക്ക് പിന്നെ വെളിയിൽ ഇറങ്ങാനും ഒക്കത്തില്ല 2 ദിവസത്തേക്ക്. പിന്നെ ഇനി ഉള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരാൾ നടന്നു പോകുന്ന വഴി, അതെന്ന് വെച്ചാൽ മൊത്തം കാട് കയറി കിടക്കും. അത് നമ്മൾ ഇങ്ങനെ ചുറ്റി അങ്ങ് താഴെ റോഡിലാണ് പോകുന്നത്. അതിൽ വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ അതുവഴി പോകാനും പറ്റില്ല. കാരണം എപ്പോഴും ഇഴജന്തുവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആ വഴി. പിന്നെ നമ്മുടെ മെയിൻ വഴി ഈ ഒരു വഴിയേ ഉള്ളൂ. നമ്മളിപ്പോ ഇതിപ്പോ ഒരു വലിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു കാറ് പോയാൽ പോലും പിന്നെ കാറ് സ്റ്റാർട്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം കാറിന്റെ സൈലൻസർ വെള്ളം കയറുക. ഇത് ഇപ്പൊ ഈ ഒരു ചെറിയ മഴയിൽ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം അങ്ങ് നിറയുക. എങ്ങോട്ടും വെള്ളം പോകാനുള്ളൊരു സജ്ജീകരണമില്ല. പിന്നെ ഇവിടെ മെമ്പർന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങൾക്കൊന്നും ആരും വരുന്നില്ല. വോട്ടിന്റെ സമയമാകുമ്പോഴത്തേന് വരും, വോട്ട് ചോദിച്ചു പോകും. അന്നേരം നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേന് ഉടനെ വന്ന് ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് പോകുന്നല്ലാതെ ഇതുവരെ ഒന്നും ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. വെള്ളക്കെട്ട് മാറ്റാൻ കഴിയില്ലെങ്കിൽ ഒരു തോണി വാങ്ങിയെങ്കിലും ഞങ്ങൾക്ക് നൽകൂ, തുഴഞ്ഞെങ്കിലും പൊക്കോളാം എന്ന് ചിലർ പരിഹസിക്കുന്നു. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്കൊരു വള്ളമെങ്കിലും അനുവദിച്ചു തന്നാൽ ഞങ്ങൾ അക്കരെ കടക്കും. ഒരു വള്ളം മതി.
ഞങ്ങൾക്ക് റോഡ് കിട്ടിയ വെള്ളം അക്കരെ കിടക്കാൻ വേണ്ടി തന്നാൽ ഞങ്ങൾ അക്കരെ പൊക്കോളാം. അത്രയ്ക്ക് വെള്ളം അവിടെ. നല്ല ശക്തിക്ക് വരുമ്പോ ഇങ്ങനെ അല്ല, ഇതിങ്ങനെ നല്ല നിൽക്കുന്നുണ്ട്. ഈ ഹൈറ്റിന് വരും, ആ തിട്ടയുടെ ഹൈറ്റിന് വരും. സ്കൂൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികൾക്കും ഇതുവഴിയുള്ള യാത്ര ദുരിതമാകും. മഴ കനത്താൽ വെള്ളം ഉയരുകയും സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉള്ളതായി പ്രദേശവാസികൾ പറയുന്നു. എന്നാൽ സമീപത്തെ പ്രധാന പാത പുനർനിർമ്മിച്ചപ്പോൾ ഉയർന്നതാണ് ഇവിടുത്തെ വെള്ളക്കെട്ടിന് കാരണമെന്നും ഇത് പരിഹരിക്കാനുള്ള നടപടികൾ നടന്നു വരികയാണെന്നും ഇതിനുള്ള ഫണ്ട് MLA ഫണ്ടിൽ നിന്നോ മറ്റോ അനുവദിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണെന്നും സാങ്കേതിക തടസ്സങ്ങൾ മാറേണ്ടതുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ചിന്നു വിനോദ് വ്യക്തമാക്കി. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാൽ നാട്ടുകാരുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാവില്ലെന്നും ആർജവത്തോടെയുള്ള നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതെന്നുമാണ് നാട്ടുകാരുടെ പക്ഷം.